ഹായ് ഫ്രണ്ട്സ്, ഫെബ്രുവരിയിലെ ആദ്യ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യ ക്വസ്റ്റ്യൻ, ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം. ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനമാണ് വിശാഖപട്ടണം. വിശാഖപട്ടണം. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദിയാണ് കൂവം നദി. കൂവം നദി. അടുത്ത ക്വസ്റ്റ്യൻ, 2023 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട PM പ്രണാം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? PM പ്രണാം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ, രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള പദ്ധതിയാണ്. രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള പദ്ധതി. 2023 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച നീർത്തടങ്ങളുടെ 2023 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച നീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായിട്ടുള്ള പദ്ധതിയാണ് അമൃത് ധരോഹർ പദ്ധതി. അമൃത് ധരോഹർ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിക്കടത്ത് തടയുന്നതിനായി എക്സൈസ് വകുപ്പ് ആരംഭിച്ച സ്ക്വാഡ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിക്കടത്ത് തടയുന്നതിനായി എക്സൈസ് ആരംഭിച്ച സ്ക്വാഡാണ് കെമു. കെമു. പൂനെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ. പൂനെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. അടുത്ത ചോദ്യം, വിദേശത്ത് നിന്നും തിരികെ എത്തുന്ന പ്രവാസികൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ ധനസഹായ പദ്ധതി. വിദേശത്ത് നിന്ന് തിരികെ എത്തുന്ന പ്രവാസികൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ ധനസഹായ പദ്ധതി സാന്ത്വന. സാന്ത്വന. അടുത്ത ചോദ്യം, ലോകത്ത് ആദ്യമായി ഡ്രൈവർ ഇല്ല ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം. ലോകത്ത് ആദ്യമായി ഡ്രൈവർ ഇല്ല ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യമാണ് സ്കോട്ട്ലാൻഡ്. സ്കോട്ട്ലാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിനിമാ തിയേറ്ററുള്ള രാജ്യത്തെ ആദ്യ വിമാനത്താവളം. സിനിമാ തിയേറ്ററുള്ള രാജ്യത്തെ ആദ്യ വിമാനത്താവളം ചെന്നൈ എയർപോർട്ട്. ചെന്നൈ എയർപോർട്ട്. അടുത്ത ചോദ്യം, അങ്കണവാടി പ്രവർത്തകർക്കായുള്ള അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതി. അങ്കണവാടി പ്രവർത്തകർക്കായിട്ടുള്ള അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ് അങ്കണം. അങ്കണം. അടുത്ത ചോദ്യം, 2023 ഫെബ്രുവരിയിൽ വിക്കിപീഡിയയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം. വിക്കിപീഡിയ 2023 ഫെബ്രുവരിയിൽ നിരോധിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായ മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായ മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനാണ് യു ഷറഫ് അലി. യു ഷറഫ് അലി. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ആൻസർ തുമകുരു. തുമകുരു. അടുത്ത ചോദ്യം, പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ലോകത്തിലെ ആദ്യ സർവകലാശാല. പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ലോകത്തിലെ ആദ്യ സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. 14-ാം നൂറ്റാണ്ടിലെ ദക്ഷിണേന്ത്യ കഥാപശ്ചാത്തലമായി വരുന്ന വിക്ടറി സിറ്റി എന്ന നോവലിന്റെ രചയിതാവ്. അടുത്ത ചോദ്യം, 14-ാം നൂറ്റാണ്ടിലെ ദക്ഷിണേന്ത്യ കഥാപശ്ചാത്തലമായി വരുന്ന വിക്ടറി സിറ്റി എന്ന നോവലിന്റെ രചയിതാവ്. 14-ാം നൂറ്റാണ്ടിലെ ദക്ഷിണേന്ത്യ കഥാപശ്ചാത്തലമായി വരുന്ന വിക്ടറി സിറ്റി എന്ന നോവലിന്റെ രചയിതാവാണ് സൽമാൻ റുഷ്ദി. സൽമാൻ റുഷ്ദി. ക്ലാസുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.